Hi guys and welcome to Bescapix. നിങ്ങൾ കാർ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ആൻഡ് നിങ്ങളുടെ ബഡ്ജറ്റ് 10 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഏത് വാഹനമാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതായത് ടോപ്പ് 5 ഡ്രൈവേഴ്സ് ചോയ്സ് കാർസ്. ഡ്രൈവേഴ്സ് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള 5 കാറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആൻഡ് 5th പൊസിഷനിൽ വരുന്ന ടാറ്റ അൾട്രോസ് ആണ്. നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ടാറ്റ അൾട്രോസ് ആണ്. ഇത് 5th പൊസിഷനിലാണ് വരുന്നത്. നമ്മളിതുപോലെ 5 വാഹനങ്ങളായിരിക്കും നോക്കാൻ പോകുന്നത്. അൾട്രോസിൻ്റെ നമ്മൾ നോക്കാൻ പറയുന്നത് ഐ ടർബോ മോഡൽ, അതായത് 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനോട് കൂടി വരുന്ന ഐ ടർബോ മോഡലും പിന്നെ 1.5 ലിറ്റർ ഡീസൽ മോട്ടറുമാണ്. 1.5 ലിറ്റർ ഡീസൽ മോഡലുമാണ്. ഇതിൻ്റെ ഐ ടർബോ മോഡലിന് മാക്സിമം ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 110 PS ടോർക്ക് 140 ന്യൂട്ടൺ മീറ്റേഴ്സുമാണ്. അൾട്രോസ് ആക്ച്വലി എപ്പോഴും ഷൈൻ ചെയ്യുന്നത് ഇതിൻ്റെ എയറോഡൈനമിക് ഡിസൈനിലും, അതായത് ഈ വാഹനത്തിൻ്റെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയിലും ഓവറോൾ ഹാൻഡ്ലിങ്ങിലുമാണ്. നിങ്ങളിപ്പോൾ ഹൈ സ്പീഡ്സിൽ കോർണർ ചെയ്യുകയാണെങ്കിൽ, അതായത് അത്യാവശ്യം ഒരു മിനിമലായിട്ടുള്ള സ്പീഡിൽ കോർണറിങ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റേബിൾ ആയിരിക്കും ഈ ഒരു വാഹനം. അത്യാവശ്യമല്ല, ആക്ച്വലി ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർ എന്ന് തന്നെ നമുക്ക് അൾട്രോസിനെ വിശേഷിപ്പിക്കാം. വളരെ എയറോഡൈനമിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സമയത്ത് നോക്കി ഈ കാർ പാളിപ്പോകുന്ന ഒരു ഫീലിംഗ് ഒന്നും വരില്ല. സ്റ്റിയറിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഓഫർ ചെയ്യുന്ന സ്റ്റിയറിംഗ് വീലാണ്. അത്യാവശ്യം പ്രിസൈസുമാണ്. ആക്ച്വലി നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലായിരിക്കും. അത് കുറച്ചൊന്ന് ഡ്രൈവർ ഫ്രണ്ട്ലി ആക്കാനും അതുപോലെ തന്നെ കംഫർട്ട് ഓറിയൻറ്റഡ് ആക്കാനും വേണ്ടി അവർ ചെയ്തതാണ്. പക്ഷേ നമ്മൾ സ്പീഡ് എടുക്കുമ്പോൾ അത്രയും തന്നെ സ്റ്റിയറിംഗ് ഹെവി ആവുകയും ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഓഫർ ചെയ്യുകയും ചെയ്യും. ഈ വാഹനത്തിന് 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന വേറൊരു ഓപ്ഷനാണ് ഇതിൻ്റെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് ഓൺ പേപ്പർ കുറവാണ്. ദാറ്റ് ഈസ് 90 PS പവർ ആൻഡ് 200 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്ക്. ഈ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൺ പേപ്പർ നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. പക്ഷേ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഇത് അത്ര കുറവായിട്ട് ഫീൽ ചെയ്യില്ല. 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ ഇതിൻ്റെ പെർഫോമൻസ് ആക്ച്വലി വളരെ നല്ലതാണ്. നമ്മൾ എടുക്കുമ്പോൾ ഈ 2 എഞ്ചിൻ ഓപ്ഷൻസിലും ഐ ടർബോ ആണെങ്കിലും അതുപോലെ തന്നെ ഡീസൽ ആണെങ്കിലും എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ലാഗ് നിങ്ങൾക്ക് അനുഭവപ്പെടും. പക്ഷേ പാസ് 2000 RPM ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ എബവ് 2000 RPM നല്ലൊരു പവർ ഡെലിവറി തന്നെ ഈ 2 എഞ്ചിൻ ഓപ്ഷൻസും നമുക്ക് തരുന്നതായിരിക്കും. ആക്ച്വലി ഡീസലാണ് ഓൺ റോഡ് പെർഫോമൻസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് നിൽക്കുന്നത് വെൻ കമ്പയർഡ് ടു പെട്രോൾ എഞ്ചിൻ്റെ കുറച്ച് സ്ഥലത്ത് കുറച്ച് ഫ്ലാറ്റ് സ്പോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം, നിങ്ങൾ അത്ര ഒരു എന്തൂസിയാസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഡീസലിൽ അങ്ങനെ അധികം ഫ്ലാറ്റ് സ്പോട്ട്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. അത്യാവശ്യം ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ആയിരിക്കും 2000 RPM ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അത്യാവശ്യം ഒരു കിക്കിൻ ഫീലിംഗും കിട്ടും ഡീസൽ എഞ്ചിന്. നിങ്ങളൊരു ബഡ്ജറ്റിലാണെങ്കിൽ അൾട്രോസിൻ്റെ ഐ ടർബോ മോഡൽ എടുക്കാം. അതല്ല നിങ്ങൾക്ക് ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഡീസൽ മോഡൽ എടുക്കാം. ഇനി ഐ ടർബോ മോഡൽ ആക്ച്വലി ടോപ്പ് എൻഡ് മോഡലുകളിലാണ് വരുന്നത്. ദാറ്റ് ഇസ് XT, XZ ആൻഡ് XZ+. പക്ഷേ ഡീസൽ ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അൾട്രോസിന് ശരിക്കും മെയിനായിട്ട് നമ്മൾ എടുത്ത് പറയാനുള്ള കുറച്ച് പോയിന്റ്സ് ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനമിക്സ് തന്നെയാണ്. നമ്മളൊരു എന്തൂസിയാസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എന്തായാലും സാറ്റിസ്ഫാക്ടറി ആയിരിക്കും. അതുപോലെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ആണെങ്കിൽ നമ്മളിന് 100ന് മുകളിൽ പോകുകയാണെങ്കിൽ തന്നെ ഹൈവേയിൽ ഈ വാഹനം അൺസ്റ്റേബിൾ ആവുന്ന പോലെയൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. വാഹനം കറക്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നൊരു ഫീലിംഗും ഈ വാഹനത്തിന് തോന്നുന്നതായിരിക്കില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വാഹനമാണ് അൾട്രോസ്. നമ്മുടെ 4th പൊസിഷനിൽ നിൽക്കുന്ന കാർ ടാറ്റ നെക്സോൺ ആണ്. 4th പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് കാറാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ പൊസിഷൻ ലിസ്റ്റിൽ 4th പൊസിഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ടാറ്റ നെക്സോൺ. നെക്സോണിൽ വരുന്ന സെയിം 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ അൾട്രോസിന് വരുന്ന പവർ ഫിഗേഴ്സിലും കുറച്ചും കൂടെ കൂടുതലാണ് ഈ വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സ്. നെക്സോണിൽ വരുന്ന 1.2 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ 120 PS പവറും 175 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും ജനറേറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ അൾട്രോസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും കുറച്ച് ഫ്ലാറ്റ് സ്പോട്ട്സ് ഉണ്ട്. ഇനീഷ്യലി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലാഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം നെക്സോണിൻ്റെ ബേസ് മോഡൽ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ ബേസ് മോഡൽ മുതൽ അവൈലബിൾ ആണെങ്കിലും അത് ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ച് മറ്റുള്ള വാഹനങ്ങൾ പോലെ നെക്സോണിൽ വരുന്നില്ല. അതുകൊണ്ട് വീൽ സ്പിന്ന് കുറയ്ക്കാനും പറ്റും. പക്ഷേ അതേസമയം എടുക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ഫ്ലോ നിങ്ങൾക്ക് കിട്ടില്ല. കറക്റ്റ് ആ ഒരു പേസ് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ 2000 RPM ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്തൊരു പവർ ഡെലിവറി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങളൊരു കറക്റ്റ് എന്തൂസിയാസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫ്ലാറ്റ് സ്പോട്ട്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് മാറ്റി നിർത്തുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയായിരിക്കും ഈ വാഹനം ഓഫർ ചെയ്യുന്നത്. സോ ഡ്രൈവിംഗ് ഡൈനാമിക്സിൻ്റെ കാര്യത്തിൽ നെക്സോൺ കുഴപ്പമില്ല. പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ ഡീസൽ എഞ്ചിനിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഡീസൽ എഞ്ചിൻ നമുക്ക് ഓഫർ ചെയ്യുന്നത്. 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ്. 4 സിലിണ്ടർ എഞ്ചിനാണ്. 110 PS പവറും 260 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും ഓഫർ ചെയ്യുന്നൊരു 1.5 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഓവറോൾ നോക്കാനാണെങ്കിൽ ഇനീഷ്യലി എടുക്കുമ്പോൾ ഈ ഒരു എഞ്ചിനും ലാഗ് ഉണ്ടാവും. അതിൻ്റെ ആദ്യത്തെ ഒരു പ്രോബ്ലം ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നതാണ്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് 2000 RPM ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി തന്നെ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് അത്യാവശ്യം ഹൈ സ്പീഡ് ക്രൂസിങ്ങിനാണെങ്കിലും വലിയ തിരക്കേടില്ലാത്ത സ്റ്റെബിലിറ്റി നെക്സോൺ ഓഫർ ചെയ്യുന്നുണ്ടാവും. നെക്സോൺ ഡീസൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്രോൾ ഞാൻ പറഞ്ഞിരുന്നു 1.2 ലിറ്റർ എഞ്ചിനാണ്. പക്ഷേ എന്നാലും 2000 RPM ക്രോസ് ചെയ്താലും കുറച്ച് ഫ്ലാറ്റ് സ്പോട്ട്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം നിങ്ങളൊരു കറക്റ്റ് എന്തൂസിയാസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഡീസൽ എഞ്ചിനിൽ ആ ഒരു ഫ്ലാറ്റ് സ്പോട്ട്സ് അവർ മാക്സിമം എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഫ്ലാറ്റ് സ്പോട്ട്സ് അധികം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും.
സോ നിങ്ങളൊരു പെർഫെക്റ്റ് എന്തൂസിയാസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയിരിക്കും 1.2 ലിറ്റർ ടർബോ പെട്രോളിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ പോകുന്നു. ബിക്കോസ് കുറച്ച് ഫ്ലാറ്റ് സ്പോട്ട്സ് ഉണ്ട് 1.2 ലിറ്റർ എഞ്ചിനിൽ. ഇനി റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിലേക്ക് വരുമ്പോൾ നെക്സോണും നമ്മൾ എൽട്രോസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനീഷ്യലി എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് അത്യാവശ്യം ലൈറ്റ് ആണ് ആൻഡ് യൂ ടേൺ എടുക്കാനൊക്കെ ആൻഡ് പാർക്ക് ചെയ്യാനൊക്കെ ഈ ഒരു സ്റ്റിയറിംഗ് കൊണ്ട് എളുപ്പമാണ്. അതല്ല നമ്മൾ സ്പീഡ് എടുക്കുകയാണെങ്കിൽ, അതായത് എത്രത്തോളം നമ്മൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നോ അത്രത്തോളം തന്നെ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഹാർഡ് ആവുകയും ചെയ്യും, ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഓഫർ ചെയ്യുകയും ചെയ്യും. അത്യാവശ്യം ഡയറക്റ്റ് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നെക്സോണിൽ വരുന്നത്. നമ്മൾ പക്ഷേ സ്പീഡ് എടുക്കണം എന്ന് മാത്രം. ലോവർ സ്പീഡ്സിൽ സ്റ്റിയറിംഗ് കുറച്ച് ലൈറ്റ് ആയിരിക്കും, അത്ര പ്രിസൈസും ആയിരിക്കില്ല. പക്ഷേ ഹയർ സ്പീഡ്സിലേക്ക് വരുമ്പോൾ നെക്സോണിൻ്റെ സ്റ്റിയറിംഗ് വീലും അത്യാവശ്യം പ്രിസൈസ് ആണ് ആൻഡ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഓഫർ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഒരു ചെറിയ പ്രശ്നം SUV ആയതുകൊണ്ട് നെക്സോണിനുണ്ട്. ഹയർ സ്പീഡ്സിൽ, അതായത് നമ്മൾ ഒരു പരിധി വിട്ട് സ്പീഡിലേക്ക് പോകുകയാണെങ്കിൽ നെക്സോൺ അത്ര അധികം സ്റ്റേബിൾ ആയിരിക്കില്ല. ഈവൻ ദോ ടാറ്റ മോട്ടോഴ്സ് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും റോഡ് ഓവർ മിറ്റിഗേഷൻ പോലുള്ള സംവിധാനങ്ങളെല്ലാം നെക്സോണിൽ ഓഫർ ചെയ്യുന്നുണ്ട് ടോപ്പ് മോഡലുകളിൽ. പക്ഷേ എന്നാലും ഹൈ സ്പീഡ്സിലേക്ക് വരുമ്പോൾ SUV ആണ്, ഹൈറ്റ് കൂടുതലാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കുറച്ച് മുകളിലാണ്. അതുകൊണ്ട് തന്നെ അത്ര അധികം സ്റ്റേബിൾ ആയിരിക്കില്ല നെക്സോൺ. പക്ഷേ ഇത് നെക്സോണിൻ്റെ മാത്രം പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ള കോമ്പാക്ട് SUVസിനും ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അത് ഹൈറ്റ് കൂടുതലും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായതുകൊണ്ടും സോഫ്റ്റ് സസ്പെൻഷൻ സെറ്റപ്പ് ആയതുകൊണ്ടൊക്കെയാണ്. പക്ഷേ ചില വാഹനങ്ങളിൽ സോഫ്റ്റ് സസ്പെൻഷൻ ആയിരിക്കില്ല, ഹാർഡ് സസ്പെൻഷൻ ആയിരിക്കും വരുന്നത്, സ്റ്റെബിലിറ്റി കൂട്ടാനൊക്കെ ആയിട്ട്. പക്ഷേ എന്നാലും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്, ഹൈറ്റ് കൂടുതലാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടുതലാണ്. ഈ ഒരു കാരണങ്ങളൊക്കെ കോമ്പാക്ട് SUVs പ്രീമിയം ഹാഷ് ബാക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം സ്റ്റേബിൾ ആയിരിക്കില്ല. ഇതെല്ലാം കോമ്പാക്ട് SUVസിനും പ്രശ്നം തന്നെയാണ്. നെക്സോണിൻ്റെ മാത്രം പ്രോബ്ലം ആയിട്ട് നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. എന്തായാലും നമ്മുടെ തേർഡ് പൊസിഷനിൽ വരുന്ന കാർ എന്ന് പറയുന്നത് മഹീന്ദ്ര XUV 300 ആണ്. XUV 300യാണ് ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഏറ്റവും ടോർക്കി ആയിട്ടുള്ള പെട്രോളും ഡീസലും എഞ്ചിനുകൾ. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ടോർക്ക് ഓഫർ ചെയ്യുന്ന XUV 300യുടെ എഞ്ചിൻ തന്നെയാണ്. ഇതിൽ വരുന്ന 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ആൻഡ് 110 PS പവറും 200 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും ഓഫർ ചെയ്യുന്ന അത്യാവശ്യം പഞ്ചി ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് പെട്രോൾ എഞ്ചിൻ എന്ന് വേണമെങ്കിൽ XUV 300യുടെ പെട്രോൾ എഞ്ചിനെ വിശേഷിപ്പിക്കാം. ആൻഡ് ഡീസൽ ആണെങ്കിലും മോശമൊന്നുമല്ല, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഡീസലും 4 സിലിണ്ടർ യൂണിറ്റ് ആണ് ആൻഡ് 115 PS പവർ, ആക്ച്വലി 115 bhp ആൻഡ് 117 PS പവറാണ് ഈ വാഹനത്തിൽ വരുന്നത്. ടോർക്കാണെങ്കിലും 300 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് ഈ വാഹനം ഓഫർ ചെയ്യുന്നത്. ആക്ച്വലി അത് ഈ സെഗ്മെൻറ്റിന് അടുത്ത് വരുന്ന, അതായത് നെക്സ്റ്റ് സെഗ്മെൻറ്റായ ക്രെറ്റ സെൽറ്റോസ് പോലുള്ള വാഹനങ്ങളൊക്കെ ഓഫർ ചെയ്യുന്ന ആ ഒരു സെയിം ലെവലിലുള്ള ടോർക്കാണ് ഈ വാഹനം ഓഫർ ചെയ്യുന്നത്. ആക്ച്വലി അതിലും കൂടുതലാണ് ഈ വാഹനത്തിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്. സോ ഓവറോൾ റിയൽ ലൈഫ് കണ്ടീഷൻസിലാണെങ്കിലും ഓൺ പേപ്പർ ഫിഗേഴ്സിലാണെങ്കിലും XUV 300യുടെ എഞ്ചിൻ വളരെ നല്ലൊരു എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ഇതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. മറ്റുള്ള എല്ലാ ടർബോ കാറുകൾക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ എന്നാലും ഇതിലത് കുറച്ച് കൂടുതലാണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണെങ്കിലും 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണെങ്കിലും രണ്ടും ടർബോ യൂണിറ്റ്സ് ആണ്. 2000 RPMന് താഴെ ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറയുമ്പോൾ ഒരു കയറ്റത്തിൽ നിങ്ങൾ 2000 RPMന് താഴെ കൊണ്ടെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലല്ലാതെ ആ ഒരു കയറ്റം ഈ വാഹനത്തിന് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ എപ്പോഴാണ് സെക്കൻഡിലേക്ക് പോകുന്നത്, RPM 2000ന് താഴെ പോകുകയാണെങ്കിൽ ഇത് കയറില്ല, അവിടെ അടിച്ചടിച്ച് നിന്ന് പോവുള്ളൂ. അതൊരു ചെറിയ ഡ്രോബാക്ക് ആണ് ആക്ച്വലി. പിന്നെ കയറ്റം സെക്കൻഡ് ഗിയറിൽ കയറില്ല എന്ന് പറഞ്ഞത് ആക്ച്വലി അത്ര കുത്തനായിട്ടുള്ളൊരു കയറ്റമാണെങ്കിലാണ്. അല്ലാതെ സിമ്പിളായിട്ടുള്ളൊരു കയറ്റമാണെങ്കിൽ സുഖമായിട്ട് കയറി പൊക്കോളും, വേറെ കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു 300 Nm ടോർക്ക് ഡീസൽ എഞ്ചിനുണ്ട് ആൻഡ് 200 Nm ടോർക്ക് പെട്രോൾ എഞ്ചിനുണ്ടെന്ന്. പക്ഷേ പെട്രോൾ എഞ്ചിന് വരുന്ന ഒരു 200 Nm ടോർക്ക് മാക്സിമത്തിലേക്ക് അല്ലെങ്കിൽ മിനിമം ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ 2000 RPM ക്രോസ് ചെയ്യണം. ഡീസൽ എഞ്ചിന് വരുന്ന 300 Nm ടോർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ 1500 RPM ക്രോസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു പറയുന്ന ഒരു ടോക്ക് ഫിഗേഴ്സ് നമുക്ക് കിട്ടി തുടങ്ങുള്ളൂ. ഇനി ഈ വാഹനത്തിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിലേക്ക് വരുമ്പോൾ ആക്ച്വലി അത്യാവശ്യം നല്ലൊരു റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഹാൻഡ്ലിങ്ങിലേക്ക് വരുമ്പോൾ ആക്ച്വലി സ്റ്റിയറിംഗ് വീലിൻ്റെ ഫീൽ ആൻഡ് ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതുണ്ട്. അതിന് ഇതിൻ്റെ ഫേസ് ലിഫ്റ്റൊക്കെ വരുമ്പോഴേക്കും വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റിയറിംഗ് വീൽ ഹയർ സ്പീഡ്സിൽ വേപ്പ് ആവുന്നുണ്ട്, അത്യാവശ്യം ഡയറക്റ്റുമാണ് അല്ലെങ്കിൽ പ്രിസൈസുമാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ. പക്ഷെ എന്നാലും അറൗണ്ട് ദ കോർണേഴ്സിലേക്ക് വരുമ്പോൾ ആ ഒരു ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്ര ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ അത്ര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്ട്രീം ലെവലിലല്ല ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ നോക്കുന്നതെങ്കിൽ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരേണ്ടതല്ല. ബിക്കോസ് സ്റ്റിയറിംഗ് വീൽ അത്യാവശ്യം പ്രിസൈസ് ആണ്. സ്റ്റിയറിംഗ് വീൽ അറൗണ്ട് ദ കോർണേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചൊരു ഫീൽ ആൻഡ് ഫീഡ്ബാക്കിൻ്റെ ചെറിയൊരു സ്ലാക്ക് ഫീൽ ചെയ്യും എന്ന് മാത്രം. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയിലേക്ക് വരുമ്പോൾ ഞാൻ നെക്സോണിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഹൈ സ്പീഡ്സിലേക്ക് വരുമ്പോൾ നെക്സോണിൽ വരുന്ന പ്രോബ്ലം XUV 300യിലുണ്ട്. ഈവൻ ദോ സോഫ്റ്റ് അല്ല, അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു സസ്പെൻഷൻ സെറ്റപ്പ് ആണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണെങ്കിലും ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നെക്സോണിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷെ എന്നാലും SUVസിൻ്റെ സ്ഥിരം പ്രോബ്ലം ഈ വാഹനത്തിലും എന്തായാലും ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത വാഹനം, അതായത് സെക്കൻഡ് പൊസിഷനിൽ വരുന്ന വാഹനം ഫോർഡ് ഇക്കോസ്പോർട്ട് ആണ്. ഇക്കോസ്പോർട്ട് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്കിലും ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സിലുമാണ്. ഇക്കോസ്പോർട്ടിൻ്റെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ആണെങ്കിലും അതൊരു 3 സിലിണ്ടർ എഞ്ചിനാണ്. പക്ഷെ എന്നാലും ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന എഞ്ചിനാണ്. 120 PS പവറും ആൻഡ് 149 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത്. ആക്ച്വലി ഒരു ഡീസൻറ്റ് എഞ്ചിനാണ് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. അത്യാവശ്യം വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇത്.
പിന്നെ ഇക്കോ സ്പോർട്ടിൻ്റെ പെട്രോൾ എഞ്ചിൻ ഞാൻ ആക്ച്വലി അത്ര റെക്കമെൻഡ് ചെയ്യുന്നൊരു എഞ്ചിൻ ആയിരിക്കില്ല, അൺലെസ് ആൻഡ് അണ്ടിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ. ഓട്ടോമാറ്റിക് ഇക്കോ സ്പോർട്ടിൻ്റെ ഈ ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ മാത്രമേ വരുന്നുള്ളൂ, ഡീസൽ എഞ്ചിന് വരുന്നില്ല. ഇക്കോ സ്പോർട്ടിൻ്റെ പെട്രോൾ എഞ്ചിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് മൈലേജ് കുറച്ച് കുറവാണ്. നമ്മൾ ഒന്ന് enthusiastic ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ 10-11 ആ റേഞ്ചിൽ ഇതിന് മൈലേജ് കിട്ടുള്ളൂ. ഇനി മാക്സിമം സ്ട്രെച്ച് ചെയ്യാനാണെങ്കിൽ തന്നെ 12-13, അതിൽ കൂടുതൽ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് സ്ട്രെച്ച് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിൽ ഈ ഒരു പ്രോബ്ലം വരുന്നില്ല. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്, 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്, 100 PS പവറും 215 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഓൺ പേപ്പർ ഫിഗേഴ്സിൻ്റെ കാര്യത്തിൽ ഈ ഒരു എഞ്ചിൻ അത്ര പവർഫുൾ അല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ നിങ്ങളൊന്ന് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഇക്കോ സ്പോർട്ടിൻ്റെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. നാച്ചുറലി ആസ്പിറേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിലങ്ങനെ ലാഗ് ഒന്നും വരുന്നില്ല, ലീനിയർ പവർ ഡെലിവറിയാണ്. ലീനിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്രോൾ എഞ്ചിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇനീഷ്യലി നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും ഇതിൻ്റെ മിഡ് റേഞ്ച് ആണെങ്കിലും ടോപ്പ് എൻഡിലാണെങ്കിലും പെർഫോമൻസ് വരുന്നത്. എവിടെയും ഒരു ലാഗ് ഒന്നും ഈ ഒരു ഡീസൽ എഞ്ചിനിൽ ഫീൽ ചെയ്യുന്നതായിരിക്കില്ല, അത് ഇക്കോ സ്പോർട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയാണ്. ഇനി റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിലേക്കൊക്കെ വരുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഹാൻഡ്ലിംഗ് കാറാണ് ഇക്കോ സ്പോർട്ട്. ഈ ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതിൽ ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാർ ഇക്കോ സ്പോർട്ട് തന്നെയാണ്. ഹാൻഡ്ലിങ്ങിൽ ആക്ച്വലി സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ. സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോർണറിലേക്ക് വരികയാണെങ്കിൽ അധികം ബോഡി റോൾ ഇല്ലാത്ത സ്റ്റേബിൾ ആയിട്ടുള്ള കൃത്യമായിട്ട് സ്റ്റിയറിംഗ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, അതായത് നമ്മുടെ കൺട്രോളിൽ തന്നെ നിൽക്കും എന്ന് നമുക്ക് 100% ഉറപ്പുണ്ടാവും ഈ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ. അത്ര നല്ല ഹാൻഡ്ലിംഗ് തന്നെയാണ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നത്. സോ ഓവറോൾ സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് എടുക്കാനാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടാണ് ഇതിനെ സെക്കൻഡ് പൊസിഷനിൽ നിർത്തിയത്. ഓവറോൾ എഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു എഞ്ചിൻ തന്നെയാണ്, പക്ഷെ എന്നാലും ടെർബോ എഞ്ചിനുകൾ പോലെ ഒരു കിക്ക് ഇൻ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടില്ല. ഓവറോൾ ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ആയിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഭയങ്കര ഒരു enthusiastic ആയിട്ട് പെട്ടെന്ന് കറക്റ്റ് പവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിനിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി പോവുകയാണെങ്കിൽ തന്നെ 1.5 ലിറ്റർ ഡീസൽ തന്നെ കൺസിഡർ ചെയ്യുക. ഓവറോൾ നോക്കുമ്പോൾ ടെർബോ എഞ്ചിനുകളെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ 2000 RPM ശേഷം ആ ഒരു ഇരച്ച് കയറി വരുന്നൊരു പവർ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾ എടുക്കുമ്പോൾ മുതൽ കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട പവർ ഈ ഒരു എഞ്ചിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടുതൽ കാർ എന്തൂസിയാസം ഈ ഒരു വാഹനം ചൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് കണ്ട് തന്നെയാണ്. സോ ഓവറോൾ ഹാൻഡ്ലിങ്ങിൻ്റെ കേസിൽ ഇക്കോ സ്പോർട്ട് തന്നെയാണ് ബെസ്റ്റ്. പിന്നെ സസ്പെൻഷൻ സെറ്റപ്പ് കുറച്ച് ഹാർഡാണ്, അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ മറ്റുള്ള വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇക്കോ സ്പോർട്ട് കുറച്ചും കൂടെ ബെറ്റർ ആണ്. പിന്നെ ഹാർഡ് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. ആക്ച്വലി നമ്മളൊരു കുഴിയിലൂടെയൊക്കെ ചാടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഇമ്പാക്റ്റ് ക്യാബിനിലേക്ക് എത്തുന്നതായിരിക്കും. അത് ഒരു ചെറിയ നെഗറ്റീവാണ്, പക്ഷേ എന്തൂസിയാസിനെ അത് ബാധിക്കുമെന്ന് എനിക്കറിയില്ല. എനിവേ നമ്മുടെ അടുത്ത വാഹനം Volkswagen Polo ആണ്. അതായത് നമ്മുടെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം Volkswagen Polo ആണ്. ഇതിൽ വരുന്ന ഒരു 1 ലിറ്റർ ടർബോ TSI പെട്രോൾ എഞ്ചിനാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എഞ്ചിൻ. പക്ഷേ ഇതിൽ DSG ഓട്ടോമാറ്റിക് ഇല്ല എന്നത് വേറൊരു പോരായ്മയാണെങ്കിലും ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു 6 സ്പീഡ് ടോക്കൺ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണെങ്കിലും ബെസ്റ്റ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. ഓക്കെ, പ്രീമിയം ഹാഷ്ബാക്സിൻ്റെ സെഗ്മെൻറ്റിൽ ഒരു ബെസ്റ്റ് ഓട്ടോമാറ്റിക് തന്നെയാണിത്. ആക്ച്വലി ഇതിന് മുമ്പ് പോളോയിൽ ഉണ്ടായിരുന്ന ഒരു 7 സ്പീഡ് DSG ഗിയർ ബോക്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 6 സ്പീഡ് 80 ഗിയർ ബോക്സ്, അതായത് ടോക്കൺ കൺവേർട്ടർ ടൈപ്പ് ഗിയർ ബോക്സിൻ്റെ കുറച്ചും കൂടെ സ്പീഡിലാണ് ഇതിൻ്റെ ഷിഫ്റ്റ്സ് നടക്കുന്നത്. പക്ഷേ റിയൽ ലൈഫ് കണ്ടീഷൻസിൽ അധികം നിങ്ങളെ അത് ബോധർ ചെയ്യില്ല. ഇനി ഇതിൻ്റെ എഞ്ചിനിലേക്ക് വരുമ്പോൾ 1 ലിറ്റർ ടർബോ TSI പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. 110 PS പവറും 175 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഹാഷ് ബാക്കിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എഞ്ചിൻ കുറച്ച് ഓവർ പവേർഡ് എന്ന് പറയുന്നില്ല, പക്ഷേ റിയൽ ലൈഫ് കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മിഡ് റേഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മിഡ് റേഞ്ചാണ്. നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തേക്കാം, പക്ഷേ മിഡ് റേഞ്ചിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് പോളോ 1 ലിറ്റർ TSI ഓഫർ ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള വാഹനങ്ങൾ പോലെ ഈ ഒരു വാഹനത്തിൽ ഡീസൽ എഞ്ചിൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവൈലബിൾ അല്ല, പക്ഷേ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു 1 ലിറ്റർ TSI എഞ്ചിൻ തന്നെയായിരിക്കും പോളോയിൽ ഇനി മുതൽ വരാൻ പോകുന്നത്. എന്തായാലും ഇതിന് മുമ്പുണ്ടായിരുന്ന 1.2 ലിറ്റർ ടർബോ TSI ഇനി വരില്ല. എനിവേ ഇതിൽ എന്തുകൊണ്ടാണ് DSG കൊടുക്കാത്തത് എന്നത് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ആക്ച്വലി ഒരു 1 ലിറ്റർ എഞ്ചിൻ DSG താങ്ങില്ല, അതുകൊണ്ടാണ്. DSG എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹൈ CC ഉള്ളൊരു എഞ്ചിൻ, അതായത് അറ്റ്ലീസ്റ്റ് 1.2 എങ്കിലും വേണം DSG കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസും മറ്റുള്ള പ്രോബ്ലംസും ഒക്കെ ഈ ഒരു വാഹനത്തിൽ വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് DSG ഇവർ ഒഴിവാക്കിയത്. ആക്ച്വലി 6 സ്പീഡ് ടോക്കൺ കൺവേർട്ടർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ അനുയോജ്യമായിട്ടുള്ളൊരു എഞ്ചിൻ. ആക്ച്വലി ഈ വാഹനത്തിനല്ല, ഈ ഒരു എഞ്ചിനാണ് ഈ ഒരു ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. DSGയിലേക്ക് വരുമ്പോൾ കുറച്ച് ഓവറായിട്ടുള്ള ഒരു സാധനം നമ്മുടെ ഒരു ചെറിയ എഞ്ചിനിൽ കയറ്റി വെക്കുന്നത് പോലെ ആയിപ്പോവും, അതുകൊണ്ടാണ് അവരിത് കൊടുക്കാത്തത്. ഇനി റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിലേക്ക് വരുമ്പോൾ പോളോയുടെ റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങും വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. പക്ഷേ സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ വരുത്താനുണ്ട്. സ്റ്റിയറിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് കുറച്ച് മോശമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സ്റ്റിയറിംഗ് ഒട്ടും പ്രിസൈസ് അല്ല, നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല എന്നൊന്നല്ല. സ്റ്റിയറിംഗ് ഹയർ സ്പീഡ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേപ്പ് ആവും, അത്യാവശ്യം ഡീസൻറ്റ് എമൗണ്ട് ഓഫ് ഫീൽ ആൻഡ് ഫീഡ്ബാക്കും ഓഫർ ചെയ്യും, അത്യാവശ്യം പ്രിസൈസുമാണ്. പക്ഷേ ഇവിടെ പ്രോബ്ലം വരുന്നത് ഹാർഡ് കോർണറിങ്ങിൻ്റെ സമയത്തൊക്കെ കറക്റ്റായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗിൽ നിന്ന് പലപ്പോഴും ലഭിക്കാത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഈ ഒരു വാഹനം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകുന്ന ഒരു സിറ്റുവേഷനൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത്യാവശ്യം ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ് പോളോ.
ഈ വാഹനത്തിൻ്റെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി തന്നെയാണ് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം. മറ്റുള്ള പ്രീമിയം ഹാഷ് ബാക്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ i20 ആണെങ്കിലും ഇനി അൾട്രോസ് ആണെങ്കിൽ തന്നെ അൾട്രോസും നല്ല സ്റ്റെബിലിറ്റി ഉള്ളൊരു കാർ തന്നെയാണ്. പോളോയും അതിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കാറാണ്. പക്ഷേ പോളോയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിലധികം ഫീച്ചേഴ്സ് ഇല്ല. ആൻഡ് പുറകിലത്തെ ക്യാബിനിലാണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് റോ സീറ്റ്സിലാണെങ്കിലും ഒരുപാട് സ്പേസും ഇല്ല. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പോളോ എടുക്കാനാണെങ്കിൽ. മറ്റുള്ള കോമ്പാക്ട് SUVസും പ്രീമിയം ഹാഷ് ബാക്സും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം അവിടെ മാറി നിൽക്കും. എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനെയും മറ്റുള്ള ഡീറ്റെയിൽസിനെയും ഇതുപോലുള്ള വീഡിയോസിനെയും നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടി ആക്കി വെച്ചേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദി അപ്കമിംഗ് അപ്ഡേറ്റ്സ് ഓഫ് ലേറ്റസ്റ്റ് കാർസ്. പുതിയ കാറുകളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും.